ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു മുഹബത്ത് കാ സർബത്തിൻ്റെ സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ വേറെ ആഡഡ് ഷുഗേഴ്സോ സിറപ്പോ ഒന്നും ചേർക്കുന്നില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള തണ്ണിമത്തൻ, കുമ്മട്ടിക്കാന്നും പറയും, അത് വലിയ പീസായിട്ടും ചെറിയ പീസായിട്ടും മാറ്റി വയ്ക്കുക, പകുതി എടുത്തിട്ട്. അത് ഓരോരുത്തരുടെ ആവശ്യം പോലെ. എന്നിട്ട് അതിലെ വലിയ പീസ് നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് എന്തോരം പാല് വേണം അല്ലെങ്കിൽ എന്തോരം ജ്യൂസാണ് നമുക്ക് വേണ്ട അത്രയും പാല് ചേർക്കുക. തണുത്ത നല്ല ഫ്രീസായിട്ടുള്ള മിൽക്ക് ചേർക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ എന്തോരം പാലെടുത്തും അതിന് വേണ്ടത്ര മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. കുരു ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടിച്ചെടുത്ത് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ എടുക്കുന്നത് അതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്മട്ടിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ചെറുതാക്കുക കേട്ടോ, അതാണ് കൂടുതലും ടേസ്റ്റ്. അതിനുശേഷം നമുക്കിതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കണം. കസ്കസ് ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ കാര്യം. നമ്മൾ സിറപ്പിന് പകരമാണ് നമ്മൾ മിൽക്കും കുമ്മട്ടിക്കയുടെ വലിയ പീസും വെച്ചിട്ട് നമ്മൾ അടിച്ച് ആ ഒരു കളറിലെടുത്തത്. ആ കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇനി കുമ്മട്ടിക്ക വാങ്ങുമ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് കഴിക്കുന്നതിന് പകരം മിൽക്കും കൂടി ആഡ് ചെയ്ത്, ഈ വേനൽക്കാലത്തൊക്കെ നല്ല ഫ്രീസ് ആയിട്ടുള്ള മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൂടുതലും എല്ലാവരും മുഹബത്ത് കാ സർബത്ത് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് അതേ ടേസ്റ്റ് തന്നെ കിട്ടാൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.